ഈ സുനാമി അല്ലെങ്കിൽ അഗ്നിബാധയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രമുഖവും പ്രശസ്തവുമായ പലതും നഷ്ടപ്പെടുകയും കത്തിയെരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം ചില ചെറിയ സംഗതികളും അതിൻ്റെ കൂട്ടത്തിൽ ഒലിച്ചു പോവുകയോ അഗ്നിക്കിരയാവുകയോ ഒക്കെ ചെയ്യും. സത്യത്തിൽ 2026 ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു വലിയ സുനാമിയായിരുന്നു. ഇടതുമുന്നണി വിരുദ്ധ തരംഗത്തിൽ ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെട്ടു, പല പ്രമുഖരും പരാജയപ്പെട്ടു, ഒക്കെ സംഭവിച്ചു. പക്ഷേ അതിലേറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരാധ്യനായ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി സാറിൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിനാണ്. 2 ഇലയും പോയി, അതിൻ്റെ മൂടും പോയി, ചെവിടും പോയി, എല്ലാം പോയി. ഇതിനെല്ലാം ഒറ്റ ഉത്തരവാദി റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന 2 തവണ മന്ത്രിയായ ആ പ്രമുഖനായ മനുഷ്യൻ്റെ പിടിവാശി കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ദേ സംസ്ഥാന പദവിയും നഷ്ടപ്പെടാൻ പോകുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചരിത്രത്തിൽ തങ്ങളുടെ ഒരു പ്രതിനിധി ഇല്ലാത്ത ആദ്യത്തെ നിയമസഭയാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ നിയമസഭ. ഒറ്റ പ്രതിനിധി പോലുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പ്രതിനിധികളില്ലാതെ ഒരു പാർട്ടിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംസ്ഥാന പദവി കിട്ടണമെങ്കിൽ ചില നിബന്ധനകൾ ഈ പറയുന്ന നിയമങ്ങളിലും ചട്ടങ്ങളിലും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 6% കുറഞ്ഞത് 2 MLA-മാരുമെങ്കിലും ഉണ്ടായിരിക്കണം. മൊത്തം പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ 6%, അതോടൊപ്പം തന്നെ 2 MLA-മാർ. ഇനി അതല്ലെങ്കിൽ 3% സീറ്റുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതലെങ്കിലും വേണം. എന്നാൽ ഇത്തവണ 12 സീറ്റിൽ മത്സരിച്ചിട്ട് ഒരെണ്ണം പോലും ജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ 6% വോട്ട് എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്തിച്ചേരാനും പറ്റിയില്ല. അങ്ങനെ കഴിയാതെ വരുമ്പോൾ ഈ പറഞ്ഞ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പദവി നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അടുത്ത തവണത്തെ ഇലക്ഷന് വല്ല ക്രിക്കറ്റ് ബോളോ ഫുട്ബോളോ ഷൂസോ ചീപ്പോ തേപ്പൂട്ടിയോ ഒക്കെ ആയിരിക്കും ചിഹ്നമായി കിട്ടുക. 2 അങ്ങ് നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഈ ഗ്രൗണ്ട് രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയാതെ പോയ, പൾസില്ലാതായി പോയ, പൾസ് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. UDF-ലേക്ക് മടങ്ങി വരാൻ എല്ലാ സാധ്യതയുണ്ടായിരുന്നു. ഒരുപക്ഷെ 12 സീറ്റ് കിട്ടിയില്ലെങ്കിലും 8 or 10 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഏതാണ്ട് അത്രയും സീറ്റുകൾ ഈ രാഷ്ട്രീയ സുനാമിയിൽ കിട്ടുകയും ചെയ്തേനെ. അതിനെല്ലാ തന്ത്രങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുത്തതുമാണ്, ആലോചനകൾ നടത്തിയതുമാണ്. പക്ഷേ മുഴുവൻ തകർത്ത് കളഞ്ഞത് നമ്മുടെ റോഷി അഗസ്റ്റിൻ സാറിൻ്റെ നീക്കമാണ്. അദ്ദേഹം ഇതിനങ്ങ് തടയിട്ടു. മുഖ്യമന്ത്രി അദ്ദേഹത്തെ പൂട്ടി എന്നൊക്കെയാണ് വാർത്ത വന്നത്. ഏതായാലും അദ്ദേഹവും പരാജയപ്പെട്ടു. ചുരുക്കത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ ഇനി ഇപ്പുറത്തോട്ട് ചാടിയാൽ പിളർന്നു പോകുമോ എന്ന് ഭയന്ന് മെത്രാച്ചന്മാരടക്കം പറഞ്ഞിട്ടും മാറാതെ നിന്ന ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നിലപാട് കൂടിയാണ് ഇവിടെ തകർന്നിരിക്കുന്നത്. ഇപ്പോൾ വിലയിരുത്തലിൻ്റെ ഭാഗമായി ക്രോസ് വോട്ട് ചെയ്തുവെന്നും CPM-കാർ തങ്ങൾ വോട്ട് ചെയ്തില്ലെന്നും ഒക്കെ പറഞ്ഞ് പല നിലപാടുകളും പറയുന്നുണ്ടെങ്കിലും UDF-ലേക്ക് വരാനുള്ളൊരു തയ്യാറെടുപ്പാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വന്നാൽ അന്ന് വിളിച്ചതുപോലെയുള്ളൊരു വാം വെൽക്കമൊന്നും കിട്ടില്ല. അന്ന് UDF-കാർ ചങ്ക് പൊട്ടി നിൽക്കുകയാണ്. ആരെ കിട്ടിയാലും ഇനി ഭരണം പിടിക്കണം, ഭരണം കിട്ടാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന അവസ്ഥയിൽ വന്നിരുന്നെങ്കിൽ അതിനൊരു പ്രാധാന്യം കിട്ടിയേനെ. ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? കയ്യിലിരുന്ന കോട്ടയം പാർലമെൻറ്റ് സീറ്റ് അങ്ങ് പോയി, അസംബ്ലി സീറ്റുകൾ മൊത്തം പോയി. ഈ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിലെ സംഗതി നഷ്ടപ്പെടും. പിന്നെ ഒരു സീറ്റ് മാത്രമാണ് രാജ്യസഭയിൽ ഇടതുമുന്നണിക്ക് ജയിപ്പിക്കാൻ കഴിയുന്നത്. അത് ജോസ് കെ മാണിക്ക് കൊടുത്ത് അദ്ദേഹത്തെ നിലനിർത്തുമോ എന്ന് കണ്ടറിയണം. എന്തായാലും വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്, നഷ്ടത്തിലാണ് കേരള കോൺഗ്രസ് എം എത്തി നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ അനുയായികളൊക്കെ അത്രമേൽ ആദർശനിഷ്ഠ പ്രതിബദ്ധതയോടെ നിൽക്കുന്നവരാരും അല്ലെന്ന് നമുക്കറിയാം. പെരിയ ആളുകൾ അവിടെ നിന്ന് വണ്ടി വിട്ടു തുടങ്ങിയാൽ ജോസ് കെ മാണി സാറിൻ്റെ പാർട്ടിയുടെ ഒരു അവസ്ഥ വല്ലാത്ത ഗതികേടിലാവും എന്നതാണ് സ്ഥിതി.